ഒരു പൂവ് വിരിയുന്ന കാഴ്ച എന്നെ കണ്ണീരിനുമപ്പുറമുള്ള വികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് ആംഗലേയ കവിയായ വില്യം വേർഡ്സ്വർത്ത് തൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഓഡ് ഓൺ ദി ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, റിക്കളക്ഷൻസ് ഫ്രം എയർലി ചൈൽഡ്ഹുഡ് എന്ന കവിതയിലാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കൂ, എത്ര മനോഹരമായ പൂക്കൾ കൊണ്ടും അതുപോലെ തന്നെ വർണ്ണശബളമായ കാഴ്ചകൾ കൊണ്ടുമാണ് ഈ പ്രകൃതി നമുക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടോ? ഈ പ്രകൃതിയെ അറിയാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ പുതുമണ്ണിൻ്റെ മണം അറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു പുഷ്പത്തിൻ്റെ ഗന്ധം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റാകെ ചെറുകടിച്ച് പോകുന്ന ഏതെങ്കിലും ഒരു പക്ഷിയുടേതായ അതിൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ജീവിതത്തിനെ മറ്റൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ ജീവിതം ഏറ്റവും മനോഹരമായ ഒരു അവസരമായിട്ട് മാറുന്നു, ഏറ്റവും മനോഹരമായ ഒരു സാധ്യതയായിട്ട് മാറുന്നു. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുക്കുന്ന വർക്ക്ഷോപ്പ് ഹാലോ 2026 ഫെബ്രുവരി 22 തിരുവനന്തപുരം ഹോട്ടൽ ഹൈലാൻഡിൽ വെച്ച്. ബി ദെയർ. താങ്ക് യു സോ മച്ച്.